എൻ്റെ ചോറ്റുപാത്രത്തിൽ അടമാങ്ങ അച്ചാറാണ്. അടമാങ്ങ അച്ചാറെന്ന് പറഞ്ഞാൽ മാങ്ങ പെരട്ട്, നമ്മൾ മാങ്ങ ഉണക്കി വെച്ചിട്ട് ഉണ്ടാക്കുന്ന അച്ചാർ. പിന്നെ നമുക്കിന്ന് ചോറ്. ആരോ ഇന്നലെ പറഞ്ഞു ചോറ് കുറച്ച് കഴിക്കണമെന്ന്. ശരിയാണ്, ചോറ് കുറച്ച് തന്നെ കഴിക്കണം, അത് അത്യാവശ്യമാണ്. ഷുഗറൊക്കെ കൂടുതലാണ്, അപ്പോൾ ചോറ് കുറച്ച് കഴിക്കണം. ഇത് ചാളക്കറിയാണേ. ചാളക്കറിയെ ഞാനിങ്ങനെ എടുക്കുകയാണ്. ഓക്കെ. പിന്നെ അവിയലാണ് അടുത്തത്. അവിയലും കൂടെ വെക്കി. അധികം കറികളൊന്നും വെച്ചിട്ടില്ല, ഇന്ന് കുറച്ച് കറികൾ മാത്രം വെച്ചാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. ഇതാണ് ചോറ്, അടമാങ്ങ അച്ചാർ, മീൻകറി, ചാള മീൻകറി, മുരിങ്ങക്ക, ചക്കക്കുരു, അവിയൽ. ഇപ്പോൾ പറയാൻ വന്നത്, എല്ലാ ദിവസവും ചോറ്റുപാത്രം ഒരു ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുകയാണ്, നമ്മളുണ്ടാക്കുന്ന റെസിപ്പി കൂടി കാണിച്ച് ചോറ്റുപാത്രം ഒരു വീഡിയോ ആക്കി, കുഞ്ഞു വീഡിയോ ആക്കി ഇടാമെന്ന്. ഇന്നു മുതൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ ചോറ്റുപാത്രം റീൽസോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടിടും, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടിടും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കൂടെ നിൽക്കണം. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്ന നിങ്ങളെല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. കഴിക്കാനെന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്തിരി താമസിച്ച്. ചാളക്കറി എന്ന് പറയുമ്പം ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? കഴിക്കുമ്പോൾ നമുക്ക് വായി വെള്ളം വരും. ചാളക്കറി നല്ല ടേസ്റ്റാണ്. ഇത്തിരി അച്ചാറും കൂടെ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്തു. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ചോറ് കഴിക്കാൻ വാ. ഓരോ റെസിപ്പികളും ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും സ്നേഹം. ഇതാ